ഹലോ, ഞാൻ സുനി സജി, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുബ്രാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവേശുവിൽ മക്കളൊക്കെ ലോകത്തിൽ ഉന്നത ശ്രേഷ്ഠമാകട്ടെ. ആമേൻ എന്നും പറഞ്ഞ് ഏറ്റെടുത്തോ. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ ഇതിനെ റിസീവ് ചെയ്യുക. ഈ അനുഗ്രഹങ്ങളെ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മളെ ക്രിയ ചെയ്യുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാലാണ് ഇതെല്ലാവരിലും ക്രിയ ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ വേണ്ടേ? യേശുവേ കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ, എന്നിൽ വസിക്കണേ. നമ്മളിൽ ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ദൈവമേ, അങ്ങ് എന്നീ വസിക്കണേ. അങ്ങ് എന്നീ വസിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. അവിടുത്തെ കൃപയാൽ എന്നിൽ വസിക്കണേ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത പാവങ്ങളൊക്കെ ക്ഷമിച്ച് എൻ്റെ ദൈവമേ, അങ്ങ് എന്നിൽ വസിക്കുന്ന വിശുദ്ധ മന്ദിരമാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ദൈവം വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് ദൈവം വസിക്കണത്. പിന്നെ നമ്മൾ ജയിക്കാൻ ആരുമില്ല. നമ്മൾ ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകും. സകല സത്യത്തിലും ദൈവം നമ്മളെ വഴി നടത്തും. പരിശുദ്ധാത്മാവ്. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. പാമ്പിനെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നേടുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തിയില്ല. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. യോഹന്നാൻ 4:4. അപ്പം എല്ലാത്തിനെയും ചവിട്ടുവാൻ, പാമ്പെന്ന് പറഞ്ഞാൽ പാമ്പും തേളിനെയും ഉദാഹരണം പറഞ്ഞതോളൂ. നമുക്ക് അധികാരം നൽകി നമ്മുടെ മുമ്പിലുള്ള നെഗറ്റീവ്സും നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് നമ്മളീ വസിക്കണേ. അപ്പം നമ്മുടെ നാവിൽ നന്മയുടെയും തിന്മയുടെയും ഇതുണ്ട്, അനുഗ്രഹമുണ്ട്. ഏത് വേണേലും നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നമ്മുടെ നാവിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പാമ്പിനെയും തേളിനെയും സകല ബലത്തെയും ചവിട്ടുവാനും ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കുടെ മുമ്പിൽ വരുന്ന നെഗറ്റീവ് ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാക്കി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മുന്നോട്ട് 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 അങ്ങനെ ആകട്ടെ നമ്മുടെ ജീവിതം. എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. ദൈവം നമ്മുടെ കൂടെയുള്ള കാരണം സന്തോഷത്തോടുകൂടെ ഇരിക്കുക. ഈ പരിശുദ്ധാത്മാവിനെ തന്ന ദൈവം നമ്മളെ പരിപാലിക്കണില്ലേ? നമ്മളെപ്പോഴും ജീവിച്ചിരിക്കണില്ലേ? ഈ കൊറോണക്കാലം തരണം ചെയ്തില്ലേ? എന്തെല്ലാം പ്രതിസന്ധികൾ ഓരോ ദിവസവും എന്നിട്ട് ഇതൊക്കെ തരണം ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചല്ലോ. അപ്പോൾ യേശുബ്രാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഹെയറിൻ്റെയാണ്. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അധികം പേരും എന്തെങ്കിലുമൊക്കെ വാരിത്തേക്കണേ ആയിരിക്കും, കളറുകളും അതും ഇതുമൊക്കെ. അപ്പോൾ എപ്പോഴും അവരുടെ മുടിക്ക് നല്ലത് കരാട്ടിനാണ്. ന്യൂജൻ വന്നാൽ എപ്പോഴും കരാട്ടിൻ ചോദിച്ചാൽ വന്നെ. അല്ലാത്തവരെപ്പോഴും ഹെയർ ലാക്സിങ്ങോ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളിപ്പോൾ കരാട്ടിൻ മുടി നോക്കിയിട്ടാണ് ചെയ്യണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ നമ്മൾ ചെയ്യണേ. അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിൻ്റെ ഒത്തിരി പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രോട്ടീൻ ചെയ്തു, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അത് ചെയ്തു. എന്താ പേരും ഒന്നും അറിയാൻ പാടില്ല. നിങ്ങൾ ഏത് രാജ്യത്തായാലും ഈ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയൊക്കെ ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല കേട്ടോ. ഇതൊക്കെ പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റുകളാണ്. നമ്മൾ എവിടെ ഏത് ലോകത്ത് എവിടെ ചെയ്താലും നമ്മളതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര്, ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ആഫ്റ്റർ കെയറും ഒക്കെ വേണം. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് അതൊക്കെ ഒന്ന് അടിച്ചു നോക്കുക. അതിൻ്റെ നമുക്ക് ഇതറിയാമല്ലോ എന്ത് വിലയുണ്ട്, എന്ത് സംഭവമാണെന്ന്. തീരെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും കിട്ടും. അപ്പോൾ അത് കാരണമാണ് ഈ റിസൾട്ട് ഗ്ലാമർ ആകാണ്ട് പോകണം. ഇത് ചെയ്തിട്ട് മുടി ഒത്തിരി പേരെന്നോട് കണ്ടിട്ടുണ്ട് കരാട്ടം ചെയ്ത് ഒത്തിരി മുടി പോയിട്ടുണ്ട്. കരാട്ടം ചെയ്ത് ആരുടെയും മുടി പോകില്ല കേട്ടോ. മുടി ബെറ്റർ ആക്കാനല്ലേ ഇതൊക്കെ ചെയ്യണത്. മുടി പോകാനാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ ചെയ്യുമോ? ചിലർ ഒരേ സ്മൂത്തനിങ് ചെയ്ത് മുടി എപ്പോഴും പോയി ഒന്നും ചെയ്ത് മുടി പോകില്ല. അത് ഞാൻ ഉറപ്പ് തരാം. മുടി പോണത് നമ്മുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം. നമുക്ക് D3 കുറവ്, വിറ്റാമിൻ ഡെഫിഷ്യൻസി, പനി വരിക, നീർക്കെട്ട് വരിക. എനിക്ക് അന്നേരമൊക്കെ എൻ്റെ മുടി പോകണേ. അന്നേരം മൾട്ടി വിറ്റാമിൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് പനിച്ചിട്ട് കടയിലെ പിള്ളേർക്ക് മൊത്തം തിന്നാൻ സിങ്കോവൈറ്റ് മേടിച്ച് വെച്ചു. എന്നിട്ട് ഞാനതിൽ നിന്ന് ഒരെണ്ണം തിന്നപ്പോൾ എനിക്ക്, അല്ലെങ്കിൽ എപ്പോഴും വാവിളിക്കലായിരുന്നു, അത് ഒരെണ്ണം തിന്നപ്പോൾ എൻ്റെ വാവിളി കുറഞ്ഞു എന്നുള്ളതാണ് ആ ക്ഷീണേ. പിന്നെ മറന്നു പോവുക. അപ്പം മറക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് വിറ്റാമിൻ ഗുളിക കഴിക്കുക. അപ്പോൾ പിന്നെ മുട്ട, പാല്, പച്ച കളറുള്ള ഫുഡുകൾ ഒക്കെ കഴിച്ച്, ബീറ്റ്റൂട്ടൊക്കെ ഒത്തിരി നല്ലതാട്ടോ രക്തം ഉണ്ടാകാൻ. രക്തം ഉണ്ടായാൽ മൊത്തം അസുഖം ഒത്തിരി കുറയുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ തന്നെ ഒന്ന് നന്നായിട്ട് ആരോഗ്യം ഒന്ന് പരിപാലിക്കുക. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ഹെൽത്ത് ലോകത്തിൻ്റെ അസറ്റ്, കുടുംബത്തിൻ്റെ അസറ്റ്, നാടിൻ്റെ അസറ്റ്. ആരോഗ്യമുള്ള അമ്മയ്ക്ക് ആരോഗ്യമുള്ള മക്കളെ വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി അനുഗ്രഹം. അപ്പോൾ നമ്മളെ നമ്മൾ നോക്കണം. അതുകൂടാണ്ട് യേശുക്രിസ്തു വസിക്കുന്ന വിശുദ്ധ മന്ദിര നമുക്ക് ഒത്തിരി ഓടാനുണ്ട്. അനേകര ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ അതിമനോഹരമായ വീഡിയോസിന് കാണുക. രേവതി
ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. ഒത്തിരി ഫേഷ്യൽ സെർനൈറ്റിൻ്റെ ഒക്കെ ബ്രാൻഡഡ് ലക്ഷറി ഫേഷ്യലുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കും പ്രാവശ്യമെങ്കിലും. ഈ സെർനൈറ്റിൻ്റെ ലക്ഷറി ഫേഷ്യലിൻ്റെ റിസൾട്ട് തന്നെ അതിൻ്റെ ഒരു ഗോൾഡൻ ഫേഷ്യലുണ്ട്. സ്വർണ്ണം കൊണ്ടാട്ടോ ചെയ്യണേ, സ്വർണ്ണത്തിൻ്റെ പൊടി കൊണ്ടൊക്കെ. ഞാൻ തമാശ പറഞ്ഞല്ല, ചിരിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്നിട്ടൊന്ന് നോക്ക്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫേഷ്യലുകളും ഇതുമെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യൂ. വീഡിയോസ് എന്നാൽ കാണാം. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിനാണ്. മുഖം കാണിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പുറത്തുനിന്ന് വന്നാണ് ഞാൻ പറയുന്നത്. പുറത്തുനിന്ന് പറഞ്ഞാൽ വിദേശത്തൊന്ന് പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർക്കൊരു ധൈര്യം വരും. കേരളത്തിലുള്ളവരെ ഇങ്ങനെ എന്തോ. അപ്പോൾ ഹെയർ മേക്ക് ഓവർ വന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം കൊച്ചി ഇവിടെ വന്ന് സ്മൂത്തനിങ് എന്നാൽ ഹെയർ ലാക്സിങ്ങാണ് ചെയ്തത് ഞാൻ. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യും. ഇടയ്ക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ, കരാട്ടിനെ തോന്നി ചെയ്തു നോക്കാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷമേ കൊച്ചിനോട് പറഞ്ഞു വിട്ടായിരുന്നു ഈ തോണം കരാട്ടം ചെയ്താൽ മതിയെന്ന്. ഞാൻ മറന്നു കേട്ടോ, കൊച്ചു തന്നെ ഇങ്ങോട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെയൊക്കെ നല്ല ഉള്ളായിട്ടോ. ഇത് കൊച്ചിൻ്റെ പണ്ടത്തെ മുടിയാണ്. ഇച്ചിരി വെട്ടിക്കാണും അല്ലേ, ഇച്ചിരി വെട്ടിക്കാണും. പക്ഷേ ഇപ്പോഴും പൊട്ടലൊക്കെ ഉണ്ട്. വിറ്റാമിൻ ഗുളികയൊക്കെ കഴിക്കണ്ടോ? ഓ ദൈവത്തിനറിയാം. മോളൽ കേട്ടിട്ടെങ്കിൽ കഴിക്കണില്ല, അതൊക്കെയാണ് പ്രോബ്ലം. ബയോട്ടിനും സിങ്കോവൈറ്റും കഴിക്കണം മാറി മാറി. ഡീത്തിന് നോക്കിയായിരുന്നോ? ഇവിടെ ഇങ്ങനെ ഒരു ചൂരിലൊക്കെ എടുത്തേക്കണം വിറ്റാമിൻ ഗുളിക കഴിക്കാത്തവർക്കൊക്കെ. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണ്ടോ? ദൈവത്തിനറിയാം. അതുകൊണ്ടോ പിടിച്ചു നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല. എന്നാലും അറിഞ്ഞൂടാ. എല്ലാം കറക്റ്റായാൽ നമുക്ക് ആ മുടി നമ്മളോട് സംസാരിക്കും. ഇങ്ങനെ പിടിക്കണ വഴി എനിക്കറിയാം. ഇങ്ങനെ ആഫ്റ്റർ കെയറും ഇതൊക്കെ യൂസ് ചെയ്ത് വിറ്റാമിനും ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെതായ റിഫ്ലക്ഷൻ ആ മുടിയെ കാണും. അപ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇതൊക്കെ ഭയങ്കര സോഫ്റ്റായി. കരാട്ടിനാണ് ചെയ്തത്. കരാട്ടിൽ ബയോടാനിസ് നാനോ ഫോൾസ്പാസ്കിയ ബയോടാനിസ്. എപ്പോഴും കരാട്ടിൻ എന്ന് പറയുമ്പോൾ ഞാൻ പേര് പറയണെന്നാന്ന് പറട്ടെ, നമ്മൾ ചെയ്യുന്ന കരാട്ടിന് ഏറ്റവും അപ്ഡേഷൻ, ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ്, നല്ല റിസൾട്ടുമാണ്. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ തീരെ ഡ്യൂപ്ലിയുണ്ട്. ചിലർ പറയും ഭയങ്കര അയ്യോ കരാട്ടിൻ ചെയ്ത് എൻ്റെ മുടി അപ്പടി പൊടിഞ്ഞു പോയി, എൻ്റെ തലയ്ക്കെന്തോ പറ്റിയേ. അതൊക്കെ പറ്റും തീരെ ഡ്യൂപ്ലി ചെയ്യുമ്പോൾ. ഏതാണ്ട് 500 രൂപ വരെ ഉള്ള കരാട്ടിനുണ്ടെന്നാണ്. നമുക്കിടെ കരാട്ടിന് ഇതിൻ്റെ ഒന്ന് വിലയൊന്ന് അടിച്ചു നോക്കുക. അപ്പോൾ എനിക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഇതറിയാൻ പറ്റും. അപ്പോൾ നല്ല റിസൾട്ടുമാണ്, നല്ല പ്രൊഡക്റ്റ്. കാരണം എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുടി കളർ ചെയ്തപ്പോൾ ഈ കോപ്പർ കളറൊക്കെ ചെയ്തപ്പോൾ സാധാരണ അവിടെ വെച്ച് വിട്ടുപോകുമല്ല, അത്ര ഫ്രസിയാണ്. ഇങ്ങനെ കംപ്ലൈൻറ്റ് തന്നെയാണ്. ഈ തവണ ഇങ്ങനെ കളർ ചെയ്ത് എവരാണെങ്കിൽ ഈ ബ്ലാക്ക് അടിക്കുന്ന കളർ പിടിക്കുള്ളത് നമ്മുടെ ബ്ലീച്ച് ഇട്ടിട്ടാണ് കളർ ചെയ്തത്. എന്നിട്ട് പോലും എൻ്റെ മുടി ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തുമാത്രം ഇപ്പോൾ 2-4-5 പ്രാവശ്യം ഇപ്പോൾ കരാട്ടിനായല്ലോ. കരാട്ടിൻ്റെ ഗുണം മുടിക്ക് എത്രമാത്രം ഇതാണ് എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ എപ്പോഴും വൈറ്റ് ഹെയറിന് കളർ ചെയ്യണ കാരണം അതൊന്നും വലിയ തലമുടിക്ക് പ്രോബ്ലം ഉണ്ടാക്കാത്തത് ഞാൻ കൂടെ കരാട്ടിൻ ചെയ്തിട്ട്. കരാട്ടിനാണ് കളർ ചെയ്യുന്നവർ ചെയ്യാവുള്ളൂ എൻ്റെ അഭിപ്രായം. പിന്നെ ഹെയർ ലാക്സിങ് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്തു തരും. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് ഇന്നത് ചെയ്യണമെന്നൊന്നുമില്ല. ഏതോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നതെന്നാണ് പറയണമെന്നുള്ളൂ. എനിക്ക് എപ്പോഴും ഏത് ചെയ്താലും ലാഭം, മറ്റത് ചെയ്താലും എനിക്ക് കൂടുതൽ ലാഭം. കാരണം അതിൻ്റെ ക്രീമിന് വില കുറവായത് കാരണം. അപ്പോൾ പക്ഷേ നമ്മൾ അറിയാണ്ട് ഈ ബെറ്റർ സാധനത്തിലേക്ക് ഒരു പ്രാവശ്യം കരാട്ടി നിർബന്ധിച്ച് ചെയ്യുള്ളൂ. ഇനി ഇഷ്ടമുള്ളതും ചെയ്യാം. എല്ലാം ഒരു പ്രാവശ്യം നിർബന്ധിച്ചാൽ മതി. ഞാൻ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് നിർബന്ധിക്കും. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അഡിക്ഷൻ ആവുമല്ലോ. പിന്നെ അവർക്ക് വേറെ എന്തിലേക്ക് പോയാലും അർഗൻ്റെ ഷാമ്പുവും അർഗൻ്റെ കണ്ടീഷനും പോലും ഇവിടുന്ന് കൊടുക്കണം. ആഫ്റ്റർ കെയറിൻ്റെ അത്ര ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ട്. അപ്പോൾ ഞാൻ ഇതിലും ബെറ്റർ ആയിരിക്കും അർഗൻ നോട്ടേ. ഇല്ല UK വരുമ്പോൾ അധികം അർഗൻ ഉപയോഗിക്കാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ മുടി ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പം ഇപ്പോൾ ചില വർഷം വരുമ്പോൾ ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ വന്ന് ഒത്തിരി മനുഷ്യരുണ്ട് കേട്ടോ. യേശുപ്പാ സ്തോത്രം. യേശുമ്പരാനെ ഏറ്റവും നല്ല റിസൾട്ട് തന്നെ യേശുവിന് നന്ദി പറയാം. എൻ്റെ പിതാവ് കാണിക്കാൻ പോയി കുറേ വെട്ടി നീളമൊക്കെ ഞങ്ങൾ കുറച്ച് അതല്ലേ നല്ലത്. ഇപ്പം കണ്ടപ്പോൾ അത് അല്ലോ ഇപ്പോൾ പാകത്തിന് ആശാത്തിക്കിടെ വലുപ്പത്തിന് അനുസരിച്ചുള്ള പ്രായം കുറഞ്ഞു. ഈ ലെങ്ത് കുറയ്ക്കുമ്പോൾ പ്രായം കുറവ് തോന്നിക്കുന്നതാണ്. കുഞ്ഞു പിള്ളേർക്ക് ലെങ്ത് രസമാണ്. അല്ലാത്തവർക്കൊക്കെ അത് ഇപ്പോൾ ഗ്ലോബൽ കളറിങ്ങായി. ആശാത്തി കളർ ചെയ്തിട്ടേക്കണതിന് കരാട്ടിൻ ചെയ്തപ്പോൾ ഒരു കോപ്പർ കളർ മൊത്തം ഓവറോൾ വന്നു. ഫ്രണ്ട് ബ്ലാക്ക് കളറാക്കണം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ചെയ്തതല്ല. ഈ കളർ ഇങ്ങനെ ഗ്ലോബൽ കളറിന് 10,000 രൂപയോളം ആകും. അപ്പോൾ കരാട്ടിൻ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഗ്ലോബൽ കളറിങ് മുടിയെ കളർ ചെയ്തോണ്ട്
ഇരിക്കണ പരിസരത്ത് ഇങ്ങനെ ഫുൾ കളറും ചെയ്ത് കിട്ടും. ആ മുടിക്കൊരു കളറും വരും. അപ്പം അതിൻ്റെ കാശ് ഞാൻ ഇച്ചിരി ഫ്രണ്ട് മാത്രം എന്തോ പരിപാടിക്ക് ഓടിപ്പോയി ചോദിക്കുക കേട്ടോ, എന്താ റേറ്റ് എന്നൊക്കെ പറയാൻ പലയിടത്തും അറിയല്ലോ. എന്നോട് 4500 പറഞ്ഞു. ഞാനങ്ങനെ ചെയ്തില്ല, ഇവിടെ ചെയ്താൽ പോലെ ഞാൻ ഇവിടെ ചെയ്തേ. അപ്പോൾ മറ്റുള്ള ഇങ്ങനെ ഓടിപ്പോയി പാർലറിൽ ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും അല്ല കേട്ടോ, മാറ്റിയൊന്നും അല്ല, ഇനി വേറെ സംശയിക്കൊന്നും വേണ്ട. അപ്പം അതുപോലെയാണ് റേറ്റ്. അപ്പം ഇങ്ങനെ കൊച്ചി ആഫ്റ്റർ കെയറൊക്കെ യൂസ് ചെയ്യുന്നല്ലേ ഉണ്ടെന്നൊക്കെയാണ് പറയണേ. വിറ്റാമിൻ ഗുളിയൊക്കെ കഴിക്കേണ്ടതൊരു ചീരി കഴിച്ചിട്ടാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ മുടിയൊക്കെ പൊട്ടാണ്ടിരിക്കും, വിറ്റാമിനൊക്കെ കഴിക്കണം. ഇപ്പം അപ്പുറം എല്ലാവർക്കും പനിയും ചുമയാണ്. ഞാൻ മൊത്തം കുറേ സിംഗോവൈറ്റ് മേടിച്ച് എല്ലാത്തിനെയും നിർബന്ധിച്ച് വീട്ടിക്കുക. കാരണം അവർക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കട പിടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മാത്രം വിറ്റാമിൻ ഗുളിക ബൂസ്റ്റായിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ അത് ഞങ്ങൾക്കും അനുഗ്രഹമായി മാറൂലേ. അത് കാരണമാണ് നിർബന്ധിക്കുന്നത്. എല്ലാവരുടെ ആരോഗ്യമാണ് ലോകത്തിൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒക്കെ അസറ്റ്. അപ്പോൾ ആരോഗ്യത്തിനും ദൈവം തന്നെ എല്ലാത്തിനെയും വിലയേറിയതായിട്ട് കരുതുക. അപ്പം ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് മുടി വർത്താൽ കേട്ടോ. മേക്കപ്പ്, ഫേഷ്യല്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഇവിടെ ബ്രാൻഡ് യൂസ് ചെയ്യണേ. നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് ഞങ്ങളുടെയൊക്കെ ചെയ്തു നോക്കാം. അപ്പം ഞങ്ങളുടെ അടുത്തേ നിങ്ങൾ പിന്നെ വരുള്ളൂ. ശരി. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നേരത്തെ നമ്മൾ ഹെയർ റിലാക്സിങ് ചെയ്താൽ ഇന്നിപ്പോൾ കരാട്ടിനാട്ടോ ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ ഇത് കരാട്ടിൻ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ അതിമനോഹരമായ കാഴ്ച കാണാം. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കരാട്ടിൻ ബയോട്ടാനിസ്, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്യണേ. അവർ ഒത്തിരി അകലേന്നാട്ടോ. 9-10 മാസം മുമ്പ് നമ്മുടെ അടുത്ത് വന്ന് ചെയ്തതാണ്. അപ്പോൾ ഒട്ടും ഉള്ളിലായിരുന്നു. ഇപ്പോൾ അതേ തലേ നിറച്ചൊക്കെ മുടിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല അതിമനോഹരമായ കാഴ്ച കാണാം. അപ്പോൾ മുടി ഇങ്ങനെ അവർ പിന്നെ നമ്മുടെ അടുത്തായിട്ട് വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇതുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും വരെ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ. 10 മാസം മുമ്പ് കൊച്ചി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. 10 മാസം മുമ്പ് ഇവിടെ വന്ന് ചെയ്തതാണ്. നാത്തൂനോടെ ആട്ടോ വന്നേക്കണം. മുഖം കണ്ടപ്പോൾ പരിചയമായി. പക്ഷെ ഞാൻ മറന്നുപോയായിരുന്നു. ഇങ്ങനെ മറന്നെന്ന് പറഞ്ഞാൽ ആൾക്കാരെ മറന്നിട്ടല്ല, മുഖപരിചയം ഇങ്ങനെ. അപ്പോൾ ഇന്ന് ഹെയർ റിലാക്സിങ് ഇതിന് മുമ്പ് ചെയ്തേ. അപ്പോൾ ഇന്ന് എന്നിട്ട് കരാട്ടിനെ ചെയ്യിപ്പിച്ചേ. കളറൊക്കെ ചെയ്യണ മുടിയാണ്. ഇപ്പം കണ്ടോ, ഈ കരാട്ടി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കളർ ചെയ്യണ്ട. ഗ്ലോബൽ കളറായില്ലേ നോക്കി. ഇത്രയും ഗ്ലോബൽ കളറിങ് ഇങ്ങനെ ചെയ്യണതിന് 8000 രൂപയാവും. മുടിയൊക്കെ മൊത്തം ഇങ്ങനെ കളർ ചെയ്യണത്. ഞാൻ പറയുന്നത് കരാട്ടിൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് ഒരു കളറിങ് കിട്ടും. ഇങ്ങനെ കളർ ചെയ്ത ആളല്ലോ എല്ലാവർക്കും. അപ്പോൾ കളർ ചെയ്ത് ഇങ്ങനെ മുടിയൊക്കെ ഇവിടെ ഫുള്ളായി തുടങ്ങി അല്ലേ. അപ്പോൾ എല്ലാം ചെയ്യും. വിറ്റാമിൻ ഗുളിയൊക്കെ കഴിച്ച് ആഫ്റ്റർ കെയറൊക്കെ. ഇനി D3 കഴിക്കണ്ടോ? അതുകൂടെ ഒന്ന് കഴിക്കണം കേട്ടോ. D3 കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ദേ ഇവിടുത്തെ അവസ്ഥ അറിയാമല്ലോ ഉള്ളിൻ്റെ. അപ്പോൾ ദേ ഇവിടെ ഇപ്പോൾ പുതിയത് വന്നേക്കണമൊക്കെ നോക്കിക്കേ. ഇപ്പോൾ ഒരു 8-10 മാസം കൊണ്ട് ഇത്രയൊക്കെ മുടി വന്നിട്ടില്ലേ. അത്രയും വന്നേക്കണതിൻ്റെ ഉള്ളൊക്കെ നോക്കിക്കേ. കണ്ടോ, മുടിക്കൊക്കെ ഉള്ളു വെച്ചേക്കണം നോക്കിക്കേ. അപ്പം ഇനി ഇത് കുറേശ്ശെ വെട്ടി ആദ്യത്തെ മുടി പയ്യെ ഡ്രിം ചെയ്ത് ഇവിടെ വരെ ഉള്ളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വാലൊക്കെ കുറേശ്ശെ ഇപ്പോൾ ഹൈറ്റും സൈസും ഉള്ള ആളല്ലോ. ഒറ്റയടിക്ക് നീളം കുറയ്ക്കണ്ട. കുറേശ്ശെ ഓരോ ട്രിപ്പും കുറച്ച് മുടി നല്ല ഉള്ളും ആയിക്കോളും, നീളം ആയിക്കോളും. ആഫ്റ്റർ കെയർ ഒക്കെ കഴിക്കേണ്ട മൾട്ടി വിറ്റാമിൻ ഉണ്ട്. പക്ഷേ D3 കഴിക്കണല്ലോ, അതുകൂടെ കഴിക്കണം. മൊത്തം ഒന്ന് D3 കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളാട്ടോ. D3 മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. മുടിക്ക് ഒത്തിരി അതുമായിട്ട് ബന്ധമുണ്ട്. മുടി പൊട്ടണതിൻ്റെ ഒക്കെ മെയിൻ കാരണം ആരോഗ്യം മൊത്തം പ്രോബ്ലം വരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിപ്പോൾ കഴിക്കണ്ട. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ അപ്പം നാത്തൂൻ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ മുഖം കാണിക്കുക, നാത്തൂൻ പോരില്ലല്ലോ എന്ന്. അയ്യോ എൻ്റെ നാത്തൂൻ പാവാന്ന്. അപ്പം ഇങ്ങനെ അമ്മായിയമ്മ പോരും നാത്തൂൻ പോരൊന്നും ഒരിടത്തുമില്ലല്ലോ. അപ്പം അങ്ങനെ ഭയങ്കര ഒരു നാത്തൂനെ കിട്ടിയ സൂക്ഷിച്ച് ഞാനൊക്കെ എൻ്റെ പെങ്കൊച്ചിനെ ഇങ്ങനെ എനിക്ക് സാധിക്കുന്ന രീതിയിൽ കൈവെള്ളയില കൊണ്ടു നടക്കണേ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എല്ലാവരും ഇപ്പം അങ്ങനെ കൊണ്ടു നടക്കണേന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇങ്ങനെ പണ്ടത്തെ കാലത്തെ കുശുമ്പ് മുന്നായ്മയൊന്നുമില്ല. ഇങ്ങനെ നാത്തൂൻ പോര് അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ ഓണം വന്നപ്പോഴും നാത്തൂന് ഇങ്ങനെ ഫുൾ കൂട്ടിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മുഖം കാണിക്കും, നാത്തൂൻ കൂടെ ഉണ്ട്, പിന്നെ എന്തിനു പേടിക്കണം. നാത്തൂൻ കൂടെയുണ്ട്, പിന്നെ എന്തിനു പേടിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് നീ മുഖം കാണിക്കണില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം ഇഷ്ടപ്പെട്ടു. കൊച്ചിനെ ഇത്തവണ നമ്മൾ കരാട്ടിലേക്ക് ആക്കി. ഇനി കൊച്ചിന് അടുത്ത ഓണം വരുമ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണ്ടോ. അപ്പോൾ ഇങ്ങനെ കിടക്കും. ഒരു 5-8 മാസം കഴിയുമ്പോൾ അടിക്കണം. കരാട്ടിനാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കളർ ചെയ്താലും മുടിക്ക് വലിയ പൊട്ടലൊന്നും മഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുടിയൊക്കെ കളർ ചെയ്തപ്പോൾ മറ്റേ ഇങ്ങനെ പിടിക്കാൻ പാടാത്ത പോലെ ചുരുണ്ടു പോകാറുണ്ട്. ഇങ്ങനെ ഈ ബ്ലീച്ച് ഇട്ടിട്ട് കളർ ചെയ്ത ഈ കളർ.
അപ്പോൾ അങ്ങനെ പ്രശ്നം വരുന്നതാണ്. പക്ഷെ കരാട്ടിൻ അടുപ്പിച്ച് ചെയ്ത മുടിയിലും ഒന്നും ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായില്ല. അപ്പോൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്യണേ. എല്ലാവരും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കരാട്ടിനാണ് ചെയ്യണേ. എന്നിട്ട് മുടിക്ക് അപ്പടിയും കംപ്ലൈൻറ്റ് 1 മാസം കിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം ചോദിക്കുക അവരോട് ഏത് കമ്പനി, അതൊക്കെ ഗൂഗിളിൽ അടിച്ചൊക്കെ നോക്കുക. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെപ്പറ്റി അതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും അപ്ഡേറ്റ് സാധനം കരാട്ടിൽ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഗുഡ് റിസൾട്ടാണ്, അതായത് നല്ല റിസൾട്ടാണ്. എന്തോരം നമ്മൾ മേടിക്കുന്നതെന്നറിയാമോ? മിക്കവരും ഇപ്പോൾ വന്നിട്ട് ഇതാ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മുടീനെ പരിപാലിച്ചുകൊണ്ടിരുന്നാൽ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞു എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ച് കുളിച്ചാൽ ഒരു 50-60 വയസ്സാകുമ്പോൾ അമ്മമാരുടെ മുടി 2-3 പപ്പും തോലും അല്ലേ. ഇപ്പം അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊന്നും ആരുമില്ല. ഇപ്പം എപ്പോഴും ചെറുപ്പമാണ്. അപ്പോൾ നമ്മൾ പരിപാലിച്ച് നമ്മളെ വിറ്റാമിനൊക്കെ കഴിക്കാണ്ട് പറ്റൂല. അന്നത്തെ കാലത്തും മുടിയൊക്കെ പോയി ഒക്കെ ഇരുന്ന ആൾക്കാർ. അപ്പോൾ വിറ്റാമിനൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചു ഓരോന്നിൻ്റെ കുറവുകളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിക്കണം. എല്ലാവരും ഉപദേശിക്കാൻ നല്ല നിങ്ങളെ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഉപദേശിക്കാണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കണമെന്ന് വെച്ചാൽ മടിക്കുക. മുട്ട പച്ചക്കളറുള്ള ഫുഡ് ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ സ്ട്രോങ് ആകട്ടോ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാവരും പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ സമീപിക്കുക. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കണ്ടോ? ഇത് ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഉള്ളു കണ്ടോ? ഇപ്പം മുടി കളിക്ക് വന്നേക്കണം കണ്ടോ? അതേ നല്ല ഉള്ളിൽ കരാട്ടി ചെയ്തിട്ട് ഇപ്പം എത്ര നാളായിരുന്നു? 7 മാസം. 7 മാസം ഇവിടെ അറച്ച് തിക്കായിട്ട് മുടി ഉണ്ടാക്കണം കണ്ടോ? അറച്ച് തിക്ക്. പണ്ടത്തെ മുടി കണ്ടോ? പള്ളി പോലെ. ഞാനിപ്പോൾ ഇച്ചിരി അറ്റം വെട്ടി ചെയ്തത്. ഇത് വെട്ടാൻ സമ്മതിക്കില്ല. ഈ മുടി നീണ്ട് കാണാനുള്ള കൊതി എന്ന് പറയുന്നത് വേണ്ടോ? ഇപ്പം തിക്കായില്ലെന്ന് നോക്കിക്കേ, യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ ഒരു വിറ്റാമിൻ ഗുളി ഒന്നും കഴിച്ചില്ല. അതിന് ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ആഫ്റ്റർ കെയർ ഒന്നും മുടങ്ങാണ്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. വിറ്റാമിൻ ഗുളികയുടെ കഴിച്ചെങ്കിൽ എന്തായേനെ. അപ്പം മുടി നമ്മളെപ്പോഴും നമ്മൾ പിന്നെ ഓർക്കണം കേട്ടോ, നമുക്കിടെ മുടി പോയാൽ നമുക്ക് പ്രായം ചെന്ന പോലെ വരും കേട്ടോ. ഈ ഫ്രണ്ടൊക്കെ പിന്നെ നമ്മൾ കളർ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ഓർക്കണം കേട്ടോ, ബ്രാൻഡഡ് കമ്പനി തന്നെ യൂസ് ചെയ്യണം. അതിനൊന്നും കാശ് തലയിൽ തേക്കണ ഷാമ്പൂ ഇതിന് ഞാൻ പിശുക്കൂലാക്കിയ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുഖത്ത് ക്രീമൊക്കെ തേക്കുമ്പോൾ ബ്രാൻഡഡ് കമ്പനി തന്നെ തേക്കണം കേട്ടോ. അത് നമ്മുടെ സ്കിന്നിന് ദൈവം നിർമ്മിച്ചേക്കണ ഇതെല്ലാം വലിയ സംഭവമാണ്. ബാക്കി ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇച്ചിരി വിലക്കുറഞ്ഞിട്ടാലും കുഴപ്പമില്ല. ഇത് വലിയ സംഭവങ്ങളാണ്. നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പ്രൊഡക്ഷനല്ല വലിയ സംഭവമാണ്. അതിനെ നന്നായിട്ട് പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിറ്റാമിൻ ഗുളിക കഴിച്ചില്ലെങ്കിലും കുഴപ്പമുണ്ട്. നമുക്ക് കുറേ കഴിയുമ്പോൾ കാൽസ്യം ഒക്കെ കുറഞ്ഞാൽ ഇങ്ങനെ അത് ഇതൊക്കെ പ്രശ്നം വരും. അപ്പോൾ സിങ്കോവൈറ്റ് ഇടയ്ക്ക് കഴിക്കണം, ബയോട്ടിൻ കഴിക്കണം, കാൽസ്യം ഗുളിക കഴിക്കണം, അയൺ ഗുളിക കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വിറ്റാമിൻ ഗുളികളൊക്കെ എടുക്കണം. പിന്നെ ABC അയൺ കുറഞ്ഞവർ, ഞാൻ കുറച്ച് ദിവസം ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു കഥപ്പൊക്കെ കുറഞ്ഞായിരുന്നു, ABC ജ്യൂസ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കണം. മുട്ട, ഇലക്കറി, ഫുഡ് ഐറ്റം. അപ്പോൾ പിന്നെ നന്നായിട്ട് നല്ല ആഫ്റ്റർ കെയറുകൾ യൂസ് ചെയ്യാവുള്ളൂ. കളറൊക്കെ ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡഡ് കമ്പനി യൂസ് ചെയ്യണം. എല്ലാം നമ്മുടെ മുഖത്തും തലയിലും ഒക്കെ ബ്രാൻഡഡ് തന്നെ. ഫേഷ്യലോ എന്ത് ചെയ്യാൻ പോയാലും നിങ്ങൾ ബ്രാൻഡഡ് കമ്പനി. ഞാനിപ്പോൾ എപ്പോഴും ബ്രാൻഡഡ് ആക്കിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഈ ഇങ്ങനെ മുഖത്ത് ചെയ്യുമ്പോഴും അത് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും കമ്പനിയൊക്കെ നല്ലതല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ കേട്ടേ പിന്നെ നമ്മളെല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ മാത്രമാണ്. അത്രയും ലാഭം മതി. കസ്റ്റമറിനെ അത് മനസ്സിലാക്കി അതിൻ്റെ കാശ് മേടിക്കുക. ഡ്യൂപ്ലി കമ്പനികൾ ചെയ്താൽ വിലക്കുറവായിരിക്കും. അത് വേണ്ടതേ, ബ്രാൻഡഡ് ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ട ഇത് ഇപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ചെയ്തവർ തന്നെ എല്ലാവരും വന്നത് ഒന്ന് ചെയ്തവർ തന്നെ നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. എവിടെയാലും മാറിപ്പോയാലും 3-ാമത്തെ തവണ നമ്മുടെ അടുത്ത് വരുള്ളൂ. ഒന്ന് നമ്മൾ ചെയ്തിട്ട് എവിടെ പോയാലും പിന്നെ നമ്മുടെ അടുത്ത് തന്നെ തേടി വരും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ, ദൈവകൃപയാൽ, നമ്മുടെ മെടുക്കോ സാമർത്ഥ്യമൊന്നുമല്ല, ഒരു ദൈവകൃപയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ പനങ്കൊല ആയിരുന്നു. ഉള്ളൊക്കെ ദൈവം കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ പനങ്കൊല ഉണ്ടാവും. ദേ കണ്ടില്ലേ? ദേ കണ്ടോ? അടിയിലത്തെ ഉള്ളു കണ്ടോട്ടോ. അത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ? നിറച്ച് മുടിയായി യേശുവിൻ്റെ കൃപയാൽ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ആകണമെങ്കിൽ നിങ്ങൾ രേവതി ബ്യൂട്ടി പാർലറിൽ പെട്ടെന്ന് വാ. അപ്പോൾ എല്ലാം ഞങ്ങൾ കമ്പനി ഇത് ഏതാ ചെയ്തേക്കണേ? കരാട്ടിൻ ബയോട്ടാനിസ്, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസാണ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളതെല്ലാം ഉറക്കെ പറഞ്ഞതുകൊണ്ടാണെന്ന് വെച്ചാൽ അതാ ചെയ്തേക്കണം. നിങ്ങളതൊക്കെ നോക്കാം. എല്ലാവരും കരാട്ടിന് ചെയ്ത് ഏത് കരാട്ടിനാ അറിഞ്ഞൂടാ. കരാട്ടിന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് വരെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് എല്ലാം കൂടെ കൂടി 55,000 അങ്ങനെ ഇരുന്നാണ്ട് ഈ പ്രൊഡക്റ്റിന് ഭയങ്കര വിലയുള്ള സംഭവമാണ്. അപ്പോൾ മുടി ചെയ്താൽ മുക്കാലും നമ്മളിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് മെറു നോക്കുമ്പോഴൊക്കെ നമ്മളെപ്പോഴും നമ്മളെ ഒന്ന് കണ്ണാടി നോക്കൂലേ. നമുക്കിടെ സുന്ദരിയാണെങ്കിൽ നമ്മുടെ മനസ്സിന്
നമ്മളെല്ലാവരും ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാവർക്കും ഗ്ലാമറുണ്ട്. ദൈവത്തിന് എന്നായാലും ബോധമില്ലാണ്ട് വരില്ല നമ്മളെ സൃഷ്ടിക്കുമ്പോൾ. നമ്മളത് നന്നായിട്ട് നോക്കി നടത്താനിതാ, നന്നായിട്ടെല്ലാം നോക്കി നടത്തുക. ആരോഗ്യം ദൈവം തന്ന വലിയ സമ്പത്താണ്, എല്ലാത്തിനും നോക്കുക. അപ്പം ശരി, അതപടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പോരെ. ഹലോ ഹലോ, ദേ ഈ മക്കളുടെ ഹെയർ മേക്കറിന് വന്നു. നമ്മൾ 7 മാസം മുമ്പ് കരാട്ടം ചെയ്താട്ടോ. ഇത് ഭയങ്കര ഫ്രസി ചുരുണ്ട മുടിയാട്ടോ. പക്ഷെ 7 മാസം മുമ്പ് ചെയ്തിട്ട് വലിയ ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. അതെ ഇതുപോലെയൊക്കെ എൻ്റെ ഇരിക്കണം. ഇവിടെ മാത്രം ഒരു വേഴ്സ് പോലെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഈ നാച്ചുറൽ മുടി ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണ്ടോ? ആഫ്റ്റർ കെയറിൻ്റെ ഒക്കെ ആയിരിക്കും. ഇത് ഫ്രണ്ടിലത്തെ മുടി ഫ്രണ്ടിൽ മാത്രം ഇച്ചിരിയുടെ ഇങ്ങനെ വാഷ് ചെയ്യണതിൻ്റെ പ്രോബ്ലം ആയിരിക്കും. മുഖം കാണിക്കുന്നതിന് കുഴപ്പമുണ്ടോ? മുഖം കാണിക്കണ്ട. അതെ ഇവിടെ ഇച്ചിരി പിരിപിരിവെന്ന് കൂടുതലുണ്ട്. ബാക്കി എല്ലായിടും ഇത് വേഴ്സ് പോലെ ഭയങ്കര ചുരുണ്ട മുടി, അതിന് പകരം അത് വേഴ്സ് പോലെയായി. അപ്പോൾ ആഫ്റ്റർ കെയർ യൂസ് ചെയ്തിട്ട് പക്ഷേ മൾട്ടി വിറ്റാമിൻ ഒന്നും കഴിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു മൾട്ടി വിറ്റാമിൻ കഴിക്കണം. എന്തുകൊണ്ടാന്ന് പറയട്ടെ, നമ്മുടെ പണ്ട് വലിയമ്മമാരെ ശ്രദ്ധിച്ചേ, അവർക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നു. അവർ പറയും എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മുടി ഇത്രയായിരുന്നു. അവർക്കും വയസ്സാകുമ്പോൾ 4, 3, 7 മുടിയായിട്ട് ഇങ്ങനെ ഒരു കെട്ടിയിട്ടൊക്കെ കാണാൻ പോലെ. ഇപ്പോൾ വിറ്റാമിൻ ഡെഫിഷ്യൻസി വരും. നമുക്ക് പ്രായമാകുമ്പോൾ ശരീരം ചുളുങ്ങും, സ്കിന്നിങ്ങനെ, അതുപോലെ തന്നെ മുടിയൊക്കെ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മുടി കൊഴിയാണ്ടൊക്കെ ഇരിക്കണമെങ്കിൽ മൾട്ടി വിറ്റാമിൻ കൂടെ ചേരണം. കാൽസ്യം അതിനൊക്കെ ഇച്ചിരി സപ്ലി കഴിച്ചില്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എല്ലാത്തിനും പ്രശ്നം വരും കേട്ടോ. അപ്പം വിറ്റാമിൻ ഗുളികകൾ കഴിക്കാൻ മറക്കരുത്. സിങ്കോവൈറ്റോ ബയോട്ടിനോ ഒക്കെ മാറി മാറി കഴിക്കണം. ഒമേഗ 3 കഴിക്കണം. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിറ്റാമിൻ ഗുളികകളിലൂടെ കഴിച്ചാലാണ് നമുക്കൊരു മൊത്തം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ മുടി ഇത് ചെയ്യാൻ പോവാണ്. കരാട്ടം ചെയ്യുമ്പോൾ പരസ്യത്തിന് വരണ പോലെ അങ്ങനെ മനോഹരമായ കാഴ്ച കേട്ടോ. ശരി, എന്താ ഈ മോളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഇത് ഇങ്ങനെ കണ്ടോട്ടോ, കുഞ്ഞി കൊച്ചാട്ടോ, പ്രായമൊന്നുമില്ല. മുടി ഇങ്ങനത്തെ മുടി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുക. ഒത്തിരി റേറ്റും വേണ്ടാന്ന് പറഞ്ഞു. കരാട്ടിനാകുമ്പോൾ ഇച്ചിരി റേറ്റ് ആവുള്ളൂ. ഞാൻ കരാട്ടിന് ആദ്യം പ്രിഫർ ചെയ്തേ. പിന്നെ മോക്ക് ഹെയർ റിലാക്സിങ് മതി എന്ന് പറഞ്ഞു. ഇവിടെ ദേ ഉള്ളില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊച്ചാണ്, നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മുടെ പാരമ്പര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ കുളിക്കണം, വെള്ളത്തിൻ്റെയാണ്, കാറ്റിനെയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിലെ ഹെൽത്തിൻ്റെയാണ്, ആരോഗ്യം, D3 ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ കഴിക്കണം. മുടി ഉണ്ടായിക്കോളും നിറച്ച്. നമുക്ക് തന്നെ ഫീൽ ചെയ്യും. കഴിഞ്ഞ ദിവസമൊക്കെ വന്നാൽ കൊച്ചു പറഞ്ഞു എനിക്ക് നേരത്തെ മുടിയില്ലായിരുന്നു, എനിക്ക് മുടി ഉണ്ടായെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഈ കൊച്ചും ഒരു കാലത്ത് വരും, മുടി നിറച്ച് തലയോട്ട് നിറച്ച് യേശുവിൻ്റെ കൃപയെ നിറച്ച് മുടിയായിട്ടുള്ള വീഡിയോ പിടിച്ചിടാട്ടോ. അപ്പം നമ്മൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ മൾട്ടി വിറ്റാമിൻ. അപ്പോൾ ഈ മോക്ക് കല്യാണമൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളത് നമുക്ക് കൊള്ളൂല. നല്ല ഹെൽത്തി അമ്മയ്ക്ക് ഹെൽത്തി ആയ കൊച്ചുണ്ടാവും. എൻ്റെ കൊച്ചു പഠിക്കൂല, ബുദ്ധിയില്ലേ, അങ്ങനെയൊക്കെ ബുദ്ധിയില്ലാതെ നമ്മൾ വിറ്റാമിൻ ഗുളിയൊക്കെ നന്നായിട്ട് കഴിക്കണം, തീറ്റ തിന്നണം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ വന്ന വഴിയെ പിടിച്ച് നിർത്തിയങ്ങനെ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇപ്പോൾ ഈ കണ്ട മുടി ഇനി പരസ്യത്തിന് വരണ പോലെ ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേനും ആകും. ഇതിന് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അറ്റമൊക്കെ എങ്ങനെയാവും എന്നറിയാൻ പാടില്ല. ജീവിതത്തിൽ വേണ്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ മുടി ഇങ്ങനെ ഇവിടെയൊക്കെ ഇച്ചിരി സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ ഇരിക്കണേ. അപ്പം ഏറ്റവും മനോഹരാവും. ഇവിടെയൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ കൊച്ചിന് അതൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് മറിഞ്ഞ് മൊത്തം അല്ലെങ്കിൽ ഇങ്ങനെ വെയിൽ കൊള്ളരുത്. ഇങ്ങനെ നമ്മൾ ചൂട് ഇങ്ങനെ തലയോട്ടി മറിഞ്ഞ് നിൽക്കണം എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഞെട്ടിയില്ലേ ഇതിൻ്റെ റിസൾട്ട് കണ്ട്? ഞാനും ഞെട്ടി. ഇവ കണ്ടോ? ഇപ്പം ആരെയും മുടിയില്ലെന്ന് പറയുമോ? ഈ ആവശ്യത്തിൽ കൂടുതൽ മുടിയായി. ഇനിയിപ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപ പനങ്കൊലയായിക്കോളും. അതെ അല്ല നോക്കിക്കപ്പോൾ അതെ കണ്ടോ, ആവശ്യം ഉണ്ടുവായി. ഇത് ഇങ്ങോട്ട് നോക്കിക്കേ. അതെ ഇങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുക എങ്ങനെയാണ് ആ മുടി ഉള്ളിൽ നിങ്ങൾ വെച്ച് പിടിപ്പിക്കണതാണോ? ഇത് വെച്ചെന്ന് പിടിപ്പിക്കണല്ല, ഇത് അവരുടെ സ്വന്തം മുടിയാട്ടോ. നമ്മളിപ്പോൾ ചെയ്തേക്കണ ഹെയർ റിലാക്സിങ് ആണ്. അതെ തൊട്ട ഭയങ്കര ഡ്രൈ ആകുമ്പോൾ അതേ തൊട്ട ഒഴുകി കിടക്കും സൂപ്പറായിട്ട്. അതെ അപ്പോൾ ഈ പെട്ടെന്ന് നീളൂട്ടോ. ആഫ്റ്റർ കെയറൂടെ യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ ഗുളിയൊക്കെ കഴിക്കുമ്പോഴത്തേന് ഞങ്ങൾ നീളം കുറച്ചില്ല. ഇച്ചിരി വേണമെങ്കിൽ അറ്റമൊക്കെ വെട്ടാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് നീളം വലിയൊരു ഭ്രമമായിരിക്കുമല്ലോ. ഇങ്ങനെ കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നീളും. അപ്പോൾ ഇത് ഇവിടെയൊക്കെ നല്ല തിക്നെസ്സും ആയിപ്പോഴേ കണ്ടോ, വേണ്ട തിക്നെസ് ആയത് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നീണ്ട ഞാൻ പറയില്ല എപ്പോഴും പരിസ്ഥിതി ഇങ്ങനെ പരിസ്ഥിതി കാണുന്ന പോലെ ഒരു പറഞ്ഞ പോലെ പനങ്കല യേശുവിൻ്റെ കൃപയാലുണ്ടാകട്ടെ. വേണം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു. നമുക്ക് കാണിക്കേണ്ടതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ളവർ മുടിയുള്ളവരൊന്നും വിഷമിക്കേണ്ട. എല്ലാ ഇതിനൊക്കെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ ദൈവം തന്നെ മനുഷ്യർക്ക് ബുദ്ധി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഇപ്പോൾ പല്ലൊരെണ്ണം പൊട്ടിയാൽ നമ്മൾ ക്യാപ്പ് ഇടണില്ലേ, അതുപോലെ മുടിയൊക്കെ ഇപ്പം എല്ലാവരും ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. മുടി പൊട്ടി ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ സകല മനുഷ്യരും പല്ല് കെട്ടിക്കണ പോലെയൊക്കെ ആയി ഹെയറൊക്കെ എല്ലാവരും ട്രീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും മുടിയൊക്കെ ചെയ്യാനും ഒക്കെ ഇങ്ങനെ പോലെ. ശരി എന്നാ.